സാധാരണക്കാർക്ക് വേണ്ടി മികച്ച ക്വാളിറ്റിയിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പുറത്തിറക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് സെബ്രോണിക്സ്. സെബ്രോണിക്സ് ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തിറക്കിയിരിക്കുന്ന ഒരു സൗണ്ട് ബാറാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. സെബ്രോണിക്സിൻ്റെ ജൂക്ക് ബോക്സ് 1500 എന്ന് പറയുന്ന ഒരു സൗണ്ട് ബാർ. സെബ്രോണിക്സ് ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അതായത് ഒരു സൗണ്ട് ബാറൊക്കെ വാങ്ങണമെങ്കിൽ അത്യാവശ്യം 10,000 കണക്കിന് രൂപ വില വരും. ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ബാർ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത്രയൊരു റേഞ്ച് വരും. എന്നാൽ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനും സൗണ്ട് ബാർ വീട്ടിൽ വാങ്ങണം. സാധാരണക്കാരനായിട്ടുള്ളവനും ആ പണക്കാരൻ ആസ്വദിക്കുന്ന ആ ഒരു ഓഡിയോ ക്വാളിറ്റി ആസ്വദിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി സെബ്രോണിക്സ് ഇപ്പോൾ അടുത്തിടെ കുറേയധികം ബഡ്ജറ്റ് റേഞ്ചിലുള്ള സൗണ്ട് ബാറുകൾ പുറത്തിറക്കുന്നുണ്ട്. സെബ്രോണിക്സ് മുമ്പും പുറത്തിറക്കുന്നതെല്ലാം തന്നെ സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന, എന്നാൽ ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ മികച്ച ക്വാളിറ്റിയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളാണ് ഇവർ പുറത്തിറക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ സെബ്രോണിക്സിൻ്റെ ജൂക്ക് ബോക്സ് 1500 വിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കാം. സെബ്രോണിക്സിൻ്റെ സ്ഥിരമായി കാണുന്ന നീലയും മഞ്ഞയും കലർന്ന ബോക്സിന് പകരം ഒരു കാർട്ടൂൺ ബോക്സിലായാണ് ഇവർ ഈ ഒരു സൗണ്ട് ബാർ ഇത്തവണ അയച്ചിരിക്കുന്നത്. ബോക്സിനുള്ളിൽ സൗണ്ട് ബാർ കൂടാതെ യൂസർ മാനുവലിനുള്ള ഒരു QR കോഡും ഒരു USB Type-C കേബിളും നൽകിയിട്ടുണ്ട്. Type-C കേബിൾ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സൗണ്ട് ബാറിൻ്റെ മുൻവശത്തെ ഗ്രിൽ ഭാഗമൊഴികെ ബാക്കിയെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗ്ലോസി ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിന് ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സൗണ്ട് ബാറിൻ്റെ താഴ്ഭാഗത്തായി 2 റബ്ബർ ബുഷുകൾ നൽകിയിട്ടുണ്ട്. ഇത് മേശപ്പുറത്തൊക്കെ വെക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാനായി സഹായിക്കുന്നുണ്ട്. സൗണ്ട് ബാറിൻ്റെ വശത്തായി USB കേബിൾ കണക്ട് ചെയ്യാനുള്ള ഭാഗവും SD കാർഡ് ഇടാനുള്ള സ്ലോട്ടും ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണുവാൻ സാധിക്കും. വശത്തായി പവർ ബട്ടണും USB, ഓക്സ് എന്നിവ സ്വിച്ച് ചെയ്യാനുള്ള ബട്ടണും വോളിയം പ്ലസ് വോളിയം മൈനസ് ബട്ടണുകളും കാണുവാൻ സാധിക്കും. ഇനി ഇതിൽ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാം. പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു നീല ബൾബ് കത്തി ഇത് ഓൺ ആവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഈ സൗണ്ട് ബാറിനെ പറ്റി എൻ്റെ ഒരു ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് വേണ്ടി ഒരു ചെറിയൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഹാളിലേക്ക്, ചെറിയൊരു റൂമിലേക്ക്, ഒരു 32 ഇഞ്ച് TV ഒക്കെ വെച്ച് കാണുന്ന ഒരു ഹാളിലേക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സൗണ്ട് ബാറാണിത്. ഒരു വലിയൊരു ഹാളിനകത്തേക്കൊക്കെ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല. ഒരു ചെറിയ റൂമിലൊക്കെ സെറ്റ് ചെയ്യുക, ഒരു ബെഡ്റൂമിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാളിനകത്തൊക്കെ നമുക്ക്, ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു ഹാളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത്തരത്തിലുള്ളൊരു സൗണ്ട് ബാറാണിത്. കാരണം ഇതിൻ്റെ ബാസ് എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് വെയിറ്റ് ഇട്ട് കിട്ടുന്ന ആ ഒരു ബാസല്ല. ഒരു നോർമലായിട്ടുള്ളൊരു ബാസും നോർമലായിട്ടുള്ളൊരു ട്രെബിളും ഒക്കെയാണ് ഇതിന് കിട്ടുന്നത്.
അല്ലാതെ മറ്റേ ചങ്കിടിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഇടിയും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇതിൻ്റെ ഒരു വിലയും കൂടി നമ്മൾ നോക്കണം. 10,000 രൂപ വിലയുള്ള സൗണ്ട് ബാറുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് ഇത് സാധാരണക്കാരന് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്ന ഒരു സൗണ്ട് ബാറാണ്. ഒരു ചെറിയൊരു റൂമിൽ അല്ലെങ്കിൽ ചെറിയൊരു വീട്ടിലൊക്കെ നമുക്ക് വളരെ മികച്ച ഒരു സംഗീത ആസ്വാദനം ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഒരു ഔട്ട്ഡോറൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാസ് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിനകത്തൊക്കെ നമുക്ക് ബെഡ്റൂമിലോ ഒരു ചെറിയ ഹാളിലോ ഒക്കെ അല്ലെങ്കിൽ ടി വിയുടെ താഴെയൊക്കെ വെച്ചിട്ട് നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് ടി വിയിൽ കണക്ട് ചെയ്യാം. ടി വി കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഹാളിലൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ഇത് ധാരാളമാണ്. ഒരു ചെറിയ വീട്ടിലൊക്കെ വലിയൊരു ഹാളൊക്കെ ആണെങ്കിൽ നമുക്കിത് പോരാന്ന് തോന്നും. ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഒരു ഓക്സ് കേബിളും കൂടി ഇതിനകത്ത് വെച്ചേക്കായിരുന്നു. കാരണം ഓക്സ് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു ഓക്സ് കേബിളും കൂടി തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഓക്കെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഓക്സ് കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടി വിയുമായിട്ട് ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറുമായിട്ടും ഓക്സ് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇതിനകത്തുണ്ട്. HDMI കാര്യങ്ങളും ഇതിനകത്ത് വരുന്നില്ല. HDMI IRC അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നില്ല. കാരണം ഈ ഒരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് SD കാർഡ് ഇടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സ് കേബിൾ കണക്ടിവിറ്റി ഉണ്ട്, ധാരാളമാണ്. അത് അതിൻ്റെ ആവശ്യമുള്ളൂ. ഫോൺ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നൽകിയിരിക്കുന്നത്. ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ക്യാഷ് കൊടുത്ത് വാങ്ങിയ സാധനമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ഒന്നും ആരും അയച്ചാറില്ല. എല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വാങ്ങാനുള്ളവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് അതൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.